നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസുകർ 107.8. നിയമപാഠം, നിയമവിജ്ഞാനം സാധാരണക്കാരിലെത്തിക്കുവാനുള്ള റേഡിയോ ബെൻസുകറിൻ്റെ ഒരു എളിയ ശ്രമമാണ്. നിയമവിജ്ഞാനം സാധാരണക്കാർക്ക് ദുർഗ്രഹ്യമായി കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് നിയമം ലളിതമായി നിങ്ങളോട് സംവേദിക്കുന്ന പരിപാടിയാണ് നിയമപാഠം. വിനോദ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ കിട്ടി സന്തോഷവാനായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ സാധന സാമഗ്രികളും ഒരു വലിയ ലോറിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ്. കൊല്ലത്ത് നിന്നാണ് കൊണ്ടുപോകുന്നത്. ഭാര്യ, മക്കൾ ഇവരെല്ലാവരും കാറിൽ ഉണ്ട്. 2 സുഹൃത്തുക്കളുമുണ്ട്. സന്തോഷത്തോടു കൂടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്ന വിനോദ് ഏകദേശം രാത്രി സമയത്താണ് തൻ്റെ വാടക വീടായ പുതിയ ലാവണത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ സാധന സാമഗ്രികളെ ഇറക്കി വയ്ക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് തയ്യാറായി. അപ്പോഴാണ് വാടക വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മാന്യ വ്യക്തി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു, സാർ, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ കയറ്റിറക്ക് നടത്തുവാനുള്ള അവകാശം ഇവിടെ ഉള്ള ചില അംഗീകൃത തൊഴിൽ യൂണിയനുകൾക്കാണ്. സാറ് കൊണ്ടുവന്ന സാറിൻ്റെ സുഹൃത്തുക്കൾ ഈ സാധന സാമഗ്രികൾ ഇറക്കി വെച്ചാൽ പിന്നീട് പ്രശ്നമാകും. കൊല്ലത്തുനിന്ന് വന്ന ധീരനായിട്ടുള്ള വിനോദ് ഇത് ചെവിക്കൊള്ളാതെ തൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ഈ സാധന സാമഗ്രികളെല്ലാം തന്നെ ഇറക്കി വീട്ടിലേക്ക് വെപ്പിച്ചു. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ മുതലായ മുഴുവൻ വീട്ടുപകരണങ്ങളും വീട്ടിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. പഠനോപാധികൾ, കുട്ടികളുടെ പഠനോപകരണങ്ങളും തൊട്ടുപിറകെ എടുത്തു വെച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഇരുളിൽ ചില ആളുകൾ നിൽക്കുന്നത് വിനോദ് ശ്രദ്ധിച്ചത്. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം സുഹൃത്തുക്കളോടൊപ്പം വെളിയിലേക്ക് ഇറങ്ങിയ വിനോദിനെ ഇവർ ചുറ്റിലും നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവരാവശ്യപ്പെടുന്നത് ഈ കയറ്റി ഇറക്ക് നടത്തുവാനുള്ള അവകാശം അവർക്ക് മാത്രമുള്ളതാണെന്നും സുഹൃത്തുക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്തത് നിയമവിരുദ്ധമാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമാനുസൃതമായ കൂലി നൽകണമെന്നും ആണ്. അപ്പോൾ വിനോദ് സ്വാഭാവികമായും ചോദിച്ചു, നിങ്ങളതിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് പണം തന്നേക്കുള്ളൂ. നോക്കുകൂലി ഇനത്തിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞു നിസ്സഹായനായി വായും പൊളിച്ചു നിൽക്കുകയാണ് വിനോദ്. ഇത് പല ആളുകളുടെയും ജീവിതത്തിൽ ഈ ട്രാൻസ്ഫറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ വീട്ടിലേക്ക് സാധന സാമഗ്രികൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉള്ള നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. പലരും ഇപ്പോൾ പറയുന്നുണ്ടാവുമല്ലേ, ഇങ്ങനെയൊരു സംഭവം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ചരക്കുകളുടെയും സാധനങ്ങളുടെയും കയറ്റിറക്കും കയറ്റിക്കൊണ്ടു പോകലും അതുമായി ബന്ധപ്പെട്ട വേതനം ക്രമീകരിക്കുന്നതും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന ഒരു ആക്ട് 2002 നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിൽ വന്നത്. കേരള കയറ്റിറക്ക് ആക്ട് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള കയറ്റിറക്ക് ആക്ടിനെ കുറിച്ചാണ്. ചുമട്ട് തൊഴിലാളികളുടെ ജോലി ക്രമീകരിക്കുന്നതിന് ഒരു ഭരണ സംവിധാനവും ഒരു തർക്ക പരിഹാര സംവിധാനവും ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്ഷേമ പദ്ധതിയും ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് 1978 കേരള ചുമട്ട് തൊഴിലാളി ആക്ട് നിലവിൽ വരുന്നത്. കുറേ കാലമായി ഒട്ടും അഭിലഷണീയമല്ലാത്ത നിരവധി പ്രവണതകൾ ഈ രംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം പ്രവണതകൾക്ക് കടിഞ്ഞാണിടുക എന്നുള്ളതാണ് ഈ പുതിയ നിയമത്തിൻ്റെ ഉദ്ദേശം. നമുക്ക് ഈ നിയമത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.